ഓം നമ ശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടങ്ങളെക്കുറിച്ച് പറയുന്നു. നല്ല വിദ്യാഭ്യാസം നേടാൻ കഴിയുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല വരുമാനമുള്ളതും വളരെ മെച്ചപ്പെട്ടതുമായ തൊഴിൽ മേഖലകളിൽ എത്തിപ്പെടാൻ സാധിക്കുക, അങ്ങനെ ലഭ്യമാകുന്ന വരുമാനം കൊണ്ട് ജീവിതത്തിൻ്റെ അടിസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിനും കഴിയുന്ന കാലത്തെക്കുറിച്ചും, അതുപോലെ മനസ്സിനിണങ്ങിയ ഒരു ജീവിത പങ്കാളി ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കാലത്തെക്കുറിച്ചുമെല്ലാം ജനന സമയത്തെ ഗ്രഹനിലയിൽ നിന്നുകൊണ്ട് സൂക്ഷ്മ നിരീക്ഷണം നടത്തി ജ്യോതിഷ ശാസ്ത്രം നമുക്ക് സൂചനകൾ തരുന്നു. മനുഷ്യജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് അവനവന് ഇഷ്ടപ്പെട്ട ഒരു തൊഴിൽ ചെയ്യാൻ സാധിക്കുക എന്നതും നല്ലതുപോലെ മനസ്സിനിണങ്ങിയ ഒരു ജീവിത പങ്കാളി ജീവിതത്തിലേക്ക് കടന്നു വരിക എന്നതുമാണ്. ഇത് രണ്ടും സാധ്യമാകുമ്പോൾ ജീവിതം സന്തോഷവും സുഖവും നിറഞ്ഞതാകുന്നു. നേരെ മറിച്ച് ഇത് രണ്ടും നേരെ വിപരീതങ്ങളായി വന്നാൽ എന്നും പരിഭവങ്ങളും പരാതികളുമായി ജീവിതം മുന്നോട്ടേക്ക് നയിക്കേണ്ടതായി വരുന്നു. ചെയ്യുന്ന തൊഴിൽ മനസ്സിന് ഇഷ്ടപ്പെട്ടതല്ല എങ്കിൽ ചെയ്യുന്നതെല്ലാം ആർക്കാനും വേണ്ടി ഓക്കാനിക്കലായി മാറും. അതുപോലെ തന്നെയാണ് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പങ്കാളിയും. അവനവന് മനസ്സിന് പിടിച്ച പങ്കാളിയല്ല എങ്കിൽ ഇങ്ങനെ ഒരാളെ അല്ല ഞാൻ ആഗ്രഹിച്ചത് എന്ന ചിന്തയും അതിന് അനുസരിച്ചുള്ള സമീപനവും ആകും പങ്കാളിയോട് സ്വീകരിക്കുക. അത് ചെന്നെത്തുന്നത് ഒട്ടും സുഖകരമായ അവസ്ഥയിലേക്ക് ആയിരിക്കുകയില്ല. ഇങ്ങനെയുള്ള പ്രതിസന്ധികളെ വിജയകരമായി തരണം ചെയ്യുന്നതിന് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജന്മദശ മുതൽ കടന്നു പോകുന്ന ദശകളും മറ്റും അറിഞ്ഞിരിക്കുകയും ഏതേത് ദശകളിലാണ് മേൽപ്പറഞ്ഞ വിദ്യാഭ്യാസം, തൊഴിൽ, വിവാഹം എന്നീ അവസ്ഥകൾ സംജാതമാകുന്നത് എന്ന് മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞാൽ ഓരോ വിഷയത്തിലെയും ശുഭാശുഭങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് ന്യൂനതകളുണ്ടെങ്കിൽ അതിന് പ്രായോഗികമായ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ജീവിതം സുഖവും സന്തോഷവും നിറഞ്ഞതാകും. ജീവിതം അതിൻ്റെ എല്ലാവിധ സമൃദ്ധിയിലേക്കും കുതിക്കുകയും ചെയ്യും. ഭരണി നക്ഷത്രക്കാർക്ക് കടന്നു പോകേണ്ടി വരുന്ന ദശാകാലങ്ങളിലൂടെ സഞ്ചാരം നടത്തുന്ന ഈ വീഡിയോയിലേക്ക് ജ്യോതിഷ ശാസ്ത്രത്തിൽ വിശ്വാസവും താൽപ്പര്യവും ഉള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ നക്ഷത്രക്കാർ ശുക്രദശയിൽ ജനിക്കുന്നു. നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ ആദ്യമായി ജനിക്കുന്നവർക്ക് ശുക്രദശ വർഷമായ 20 വർഷവും ലഭ്യമാകുന്നതാണ്. ഇഷ്ടഭാവസ്ഥിതനായ ശുക്രനാണ് ജാതകന് ഉള്ളതെങ്കിൽ ശുക്രൻ നൽകുന്നതായ എല്ലാവിധ സത്ഫലങ്ങളും ജാതകന് ലഭ്യമാകുന്നതാണ്. 20 വയസ്സുവരെയുള്ള കാലം എന്നത് വിദ്യാഭ്യാസ കാലം ആയിരിക്കുമല്ലോ. ഈ കാലത്ത് വളരെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും സംഗീത, സാഹിത്യ, നൃത്ത, കലാപ്രവർത്തനങ്ങളുടെ വളരെ മെച്ചപ്പെട്ടതായ പരിശീലനങ്ങളും ജനസമ്മതിയും കീർത്തിയും യശസ്സും ഒക്കെ ഉണ്ടാകുന്നതാണ്. സ്കൂൾ, കോളേജ് തലങ്ങളിലായി വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന കലോത്സവങ്ങളിലും മറ്റും ഉന്നതമായ വിജയങ്ങൾ കരസ്ഥമാക്കി അതിവേഗം ജീവിതത്തിൻ്റെ ഉയരങ്ങളിലേക്ക് ചുവടുകൾ വെച്ച് കയറിപ്പോകുന്ന മിടുക്കന്മാരും മിടുക്കികളും ഒക്കെ ഈ തരത്തിൽ ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങൾ അനുഗ്രഹിച്ച് നിൽക്കുന്നവരാണ്. ഈ നക്ഷത്രത്തിൻ്റെ 1-ാം പാദം അവസാനമോ 2-ാം പാദത്തിൻ്റെ ആദ്യമോ ആണ് ജനനമെങ്കിൽ ശുക്രദശാ വർഷമായ 20 വർഷത്തിൻ്റെ 1/4 ഭാഗമായ 5 വർഷം കഴിഞ്ഞ് ബാക്കി 15 വർഷം മാത്രമേ ശുക്രദശാകാലം അനുഭവം ആകുകയുള്ളൂ. 2-ാം പാദം അവസാനമാണ് ജനനമെങ്കിൽ ശുക്രദശാ വർഷമായ 20 വർഷത്തിൻ്റെ പാതി 10 വർഷം മാത്രമേ ലഭ്യമാകുകയുള്ളൂ. അതിനർത്ഥം ജാതകന് 10 വയസ്സുവരെ മാത്രമേ ശുക്രദശാകാലം ഉണ്ടാകുകയുള്ളൂ എന്നതാണ്. ഈ നക്ഷത്രത്തിൻ്റെ 2-ാം പാദം അന്ത്യത്തിലായി ജനിക്കുന്നു എന്ന് കണക്കാക്കിയാൽ ശുക്രൻ്റെ ദശാകാലമായ 20 വർഷത്തിൻ്റെ പകുതിയായ 10 വർഷം മാത്രമേ അവശേഷിക്കുകയുള്ളൂ.
അതായത് 10 വയസ്സ് വരെ ശുക്രദശ ഉണ്ടാകും. തുടർന്ന് 6 വർഷം ആദിത്യൻ്റെ ദശാകാലവും ശേഷം 10 വർഷം ചന്ദ്രൻ്റെ ദശാകാലവും ആകും. ഈ കാലയളവിൽ ജനനമുണ്ടാകുന്നവർക്ക് ചന്ദ്രൻ്റെ ദശാകാലം പൂർണ്ണമാകുമ്പോൾ 26 വയസ്സാകും. ചന്ദ്രൻ്റെ ഈ ദശാകാലം എന്നത് ജീവിതത്തിലെ ഏറ്റവും കുളിർമയുള്ള കാലമായി ഏവർക്കും അനുഭവമാകുന്ന കാലമാണ്. മാതൃസൗഖ്യം, ഗ്രഹനിർമ്മാണം, വിവാഹം, സ്ഥാനമാനങ്ങളുടെ ലബ്ധി, ഐശ്വര്യം, കാര്യവിജയം, കീർത്തി, സന്തോഷം തുടങ്ങിയ ബഹുവിധങ്ങളായ സുഖ സൗഭാഗ്യങ്ങൾ ചിലർക്ക് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ലഭ്യമാകുന്നത് സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. നല്ല വീട്, വാഹനം, മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളി തുടങ്ങിയ ജീവിതത്തിലെ എല്ലാവിധ സൗഭാഗ്യങ്ങളും ചെറിയ പ്രായത്തിനുള്ളിൽ തന്നെ ഈ കാലയളവിൽ ജനിക്കുന്ന ജാതകർക്ക് ലഭിക്കുന്നതാണ്. ജീവിതത്തിൻ്റെ വളരെ നല്ല അടിത്തറ കെട്ടിപ്പടുക്കുന്ന ഇവർക്ക് ശേഷം വരുന്ന ചൊവ്വയുടെ 7 വർഷം, രാഹു ദശാകാലമായ 18 വർഷം, ഇവകൾ കഴിഞ്ഞ് 51-ാം വയസ്സിൽ 16 വർഷമുള്ള വ്യാഴദശാകാലം ആരംഭിക്കുകയും 67 വയസ്സ് വരെയുള്ള കാലത്ത് വളരെ ഉത്കൃഷ്ടമായ സ്ഥാനപ്രാപ്തിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വളരെ വലിയ വിജയങ്ങൾ ഉണ്ടാകുകയും മനസ്സിൽ ഉദ്ദേശിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സർവ്വകാര്യങ്ങൾക്കും വിജയങ്ങളും, തൊഴിൽ രംഗത്ത് മികച്ച അഭിവൃദ്ധിയും, കർമ്മപുഷ്ടിയും, കീർത്തിയും, യശസ്സും, പലവിധങ്ങളായ ദ്രവ്യങ്ങളുടെ ലാഭവും ഉണ്ടായിക്കൊണ്ട് ജീവിതം സ്വർഗതുല്യമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഭരണി നക്ഷത്രത്തിൻ്റെ 3-ാം പാദ അന്ത്യത്തിലും 4-ാം പാദം ആദ്യവുമായി ജനിക്കുന്നവർക്ക് ജന്മദശയായ ശുക്രദശയുടെ 1/3 ഭാഗം കഴിഞ്ഞ് ബാക്കി വരുന്ന 5 വർഷം മാത്രം ശുക്രദശ ലഭ്യമാകുകയുള്ളൂ. അതായത് 5 വയസ്സ് വരെ ശുക്രദശ, ശേഷം 6 വർഷം ആദിത്യദശയും ശേഷം 10 വർഷം ചന്ദ്രദശയും ശേഷം 7 വർഷം ചൊവ്വയുടെ ദശാകാലവും ആകുമ്പോൾ 28 വയസ്സാകും. ഇവർക്ക് 10 വർഷം ചന്ദ്രദശാകാലത്തിൻ്റെ സൗഭാഗ്യങ്ങളും ശേഷം വരുന്ന ചൊവ്വാദശാകാലത്തെ ഊർജ്ജസ്വലതയും സാഹസികതയും ഒക്കെ കത്തി നിൽക്കുന്ന പ്രായത്തിൽ തന്നെ അതായത് പൗരുഷം, സാമർഥ്യം ഇവകൾ കൊണ്ട് ജാതകന് ഉയരങ്ങൾ കീഴടക്കാനും പ്രത്യേകിച്ച് സ്പോർട്സ് രംഗങ്ങൾ, പോലീസ്, പട്ടാളം തുടങ്ങിയ മേഖലകളിൽ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗങ്ങൾ നേടിയെടുക്കാനും അല്ലെങ്കിൽ ചികിത്സയും വൈദ്യവൃത്തിയും തുടങ്ങിയ മേഖലകളിൽ ഉന്നതമായ സ്ഥാനപ്രാപ്തിയും കൃഷിയും ഭൂമിയും ആയ മേഖലകളിലെ വിജയങ്ങളും മന്ത്രിസ്ഥാനം പോലെയുള്ള അത്യുന്നത പദവികളും ഒക്കെ വിദ്യാഭ്യാസത്തിൻ്റെയും കഴിവിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ മംഗളകാരകനായ ചൊവ്വ ജാതകർക്ക് നൽകി അനുഗ്രഹിക്കുന്നതാണ്. ശേഷം 18 വർഷം രാഹുദശാകാലവും കഴിഞ്ഞ് 46 വയസ്സോടുകൂടി ജീവിതത്തിലെ ഏറ്റവും സുവർണകാലമായ വ്യാഴദശാകാലം ആരംഭിക്കുകയും 62 വയസ്സ് വരെ വ്യാഴദശാകാലം തുടരുകയും ജീവിതത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ സ്ഥാനപ്രാപ്തി കൈവരിക്കുകയും മനസ്സിലാഗ്രഹിക്കുന്ന സർവ്വ കാര്യങ്ങളിലും വിജയങ്ങൾ ഉണ്ടാകുകയും തൊഴിൽ രംഗത്ത് വളരെ വലിയ മുന്നേറ്റങ്ങളും മറ്റും ഉണ്ടാകുകയും പലവിധങ്ങളായ ദ്രവ്യലാഭങ്ങളും സർക്കാരിൽ നിന്ന് പോലും വിവിധ തരത്തിലുള്ള സേവനങ്ങളും മറ്റും ലഭ്യമാകുകയും ജീവിതത്തിൽ വളരെ വലിയ ഉത്കർഷമുണ്ടാകുകയും 28 വയസ്സിന് ശേഷം രാഹു ദശാകാലത്ത് വിവാഹവും ഭാര്യാധനം ലഭിക്കുക, സന്താനലാഭമുണ്ടാകുക, ധനപുഷ്ടിയും കാര്യവിജയങ്ങളും ജീവിതത്തിലെ ഏറ്റവും സുഖഭോഗങ്ങളും സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ ഇടയാകുകയും ചെയ്യുന്നതാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ജനനം നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിൽ അന്ത്യത്തിലായിട്ടാണ് ജനനമെങ്കിൽ ജന്മദശയായ ശുക്രദശാകാലം തീരെ ചെറുതായിരിക്കും. ചിലപ്പോൾ മാസങ്ങളോ ദിവസങ്ങളോ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ശുക്രദശാകാലം പരിഗണിക്കേണ്ടതില്ല. 6 വയസ്സ് വരെ സൂര്യദശാകാലവും ശേഷം 10 വർഷം ചന്ദ്രദശാകാലവും ശേഷം 7 വർഷക്കാലം ചൊവ്വാദശാകാലവും അതായത് 23 വയസ്സ് വരെ ശേഷം 18 വർഷം രാഹു ദശാകാലവും അതായത് 41 വയസ്സ് വരെ അനുഭവം ആകുന്നു. 16 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ള യൗവനകാലത്ത് ഇവർക്ക് ചൊവ്വയുടെ കാരകത്വത്തിന് കീഴിലുള്ള പൗരുഷം, സാമർഥ്യം, സാഹസികത, ഊർജ്ജസ്വലത ഇവ കൊണ്ട് ജാതകൻ വളരെ വലിയ അഭിവൃദ്ധി ഉണ്ടാക്കും. അഗ്നിപ്രയോഗം, ഉദ്യോഗം, മന്ത്രിസ്ഥാനം, ചികിത്സ, വൈദ്യവൃത്തി അതായത് മെഡിക്കൽ വിദ്യാഭ്യാസം, ആ രംഗത്ത് തൊഴിൽ തുടങ്ങിയവയും
കൃഷി, ഭൂമി തുടങ്ങിയ രംഗത്തും ഉള്ളവർക്കും വളരെ വലിയ ഉത്കർഷയും മംഗളകാരകനായ ചൊവ്വയുടെ ദശാകാലത്ത് ഉണ്ടാകുകയും, അതായത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ, അതായത് 23 വയസ്സിനുള്ളിൽ തന്നെ ജീവിതത്തിൽ സ്വയം പര്യാപ്തത നേടുകയും സകലവിധ സുഖ സൗഭാഗ്യങ്ങളും അനുഭവിച്ചു തുടങ്ങുകയും ചെയ്യുന്നതാണ്. ശേഷം വരുന്ന 16 വർഷം വ്യാഴദശാകാലമാണ്. 39 വയസ്സ് വരെയുള്ള കാലം. ഈ ജാതകർക്ക് ഈ കാലമെന്നത് സുഖ സൗഭാഗ്യങ്ങൾ ഉച്ചസ്ഥായിയിലെത്തുന്ന കാലമായിരിക്കും. 23 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ള കാലമെന്നത് സർവേശ്വരൻ ഇവർക്ക് വളരെ ഉത്കൃഷ്ടമായ സ്ഥാനപ്രാപ്തിയും സർവ്വകാര്യങ്ങളിലും വിജയങ്ങളും തൊഴിൽ രംഗത്ത് വളരെ വലിയ മുന്നേറ്റങ്ങളും വിവാഹം, സന്താനലാഭം തുടങ്ങിയ സർവ്വവിധ സുഖ സൗഭാഗ്യങ്ങളും നല്ല കർമ്മപുഷ്ടിയും കീർത്തിയും യശസ്സും കൊടുമുടിയിലെത്തുകയും ജീവിതത്തിൻ്റെ അത്യുച്ചാവസ്ഥ എന്ത് എന്ന് ആസ്വദിക്കാൻ കഴിയുകയും, ഭരണി നക്ഷത്രത്തിൽ അന്ത്യപാദത്തിൻ്റെ അവസാനത്തിൽ ജനിച്ച ജാതകർക്ക് അനുഭവം ആകുകയും ചെയ്യുന്നതാണ്. മേൽപ്പറഞ്ഞതായ ശുഭാനുഭവങ്ങൾ കൂടാതെ ഭരണി നക്ഷത്രക്കാർക്ക് നക്ഷത്രനാഥനായ ശുക്രൻ ജീവിതത്തിൻ്റെ എല്ലാ കാലത്തും തൻ്റെ ശുഭത്വം ജാതകർക്ക് നൽകി അനുഗ്രഹിക്കുകയും എല്ലാവിധത്തിലും ജാതകരെ സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ്. ദേവീക്ഷേത്ര ദർശനങ്ങളും തന്നാൽ കഴിയുന്ന വഴിപാടുകളുടെ സമർപ്പണങ്ങളും ജാതകൻ്റെ മനോബലം വർദ്ധിപ്പിക്കുകയും വേണ്ടത് വേണ്ട സമയത്ത് ചെയ്യാനുള്ള മനക്കരുത്ത് ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. ചെയ്യേണ്ടത് ഒട്ടും വൈകാതെ ചെയ്യേണ്ട സമയത്ത് ചെയ്യുമ്പോൾ ആണ് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പ്രധാനമാണ് ചെയ്യരുതാത്തത് ചെയ്യാതിരിക്കാനും ഉള്ള മനസ്സ് ഉണ്ടാകുക എന്നതും. ഈ അവസ്ഥയ്ക്കാണ് ജ്യോതിഷത്തിൽ ബുദ്ധിക്ക് പ്രകാശമുണ്ടാകുക എന്ന് പറയുന്നത്. ഈ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും എല്ലാവിധ നന്മകളും സൗഭാഗ്യങ്ങളും സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ സുഖ സന്തോഷങ്ങളും ആശംസിക്കുകയും ചെയ്യുന്നു. ജ്യോതിഷ സംബന്ധങ്ങളായ ജാതകം, പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ സേവനങ്ങൾക്ക് 9605232894 എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവ്വം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.